നാട്ടിൽ ഒരപകടം ഉണ്ടായാൽ എല്ലാവരും മടിച്ചു നിൽക്കുന്നിടത്തേക്ക് ചാടിയിറങ്ങി അപകടത്തിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്താൻ ഒരാളുണ്ട്. ഒരപകടത്തിൽ ഒരാൾ മരിച്ചു, മുങ്ങി മരിച്ചു എന്നറിഞ്ഞാൽ മൃതദേഹം തപ്പി ആ ജലാശയത്തിലേക്ക് ഇറങ്ങാൻ ആളുകൾ മടിച്ചു നിൽക്കുമ്പോൾ ധൈര്യപൂർവ്വം അവിടേക്ക് ഇറങ്ങുന്ന ഒരാളുണ്ട്. ഈരാറ്റുപേട്ടക്കാരൻ അഷ്റഫ് കുട്ടി. അഫ്സൽ എന്ന അഷ്റഫ് കുട്ടി നിരവധിയായ സാഹസ പ്രവർത്തനങ്ങളിലൂടെ നിരവധി ജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയ ആളാണ്. ഒപ്പം മരണമടഞ്ഞവരെ ബന്ധുക്കൾക്ക് തിരികെ നൽകിയ ആളാണ്. അഷ്റഫ് കുട്ടിയുടെ കഥകൾ നമുക്ക് കേൾക്കാം. സ്വാഗതം. ഇതിനോടകം എത്ര ആളുകളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടാവും? 57ഓളം പേരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അത് വെള്ളത്തിൽ മുങ്ങിയ മാത്രമല്ല, കൊക്കെ വീഴുന്നവരെയും വാഹനാപകടത്തിൽ നിന്ന് വീഴുന്നവരെയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്തിയൊക്കെ ആയിട്ടാണ് 57ഓളം പേരെ രക്ഷപ്പെടുത്തിയത്. ഇത് എത്ര വർഷമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്? 12 വയസ്സിൽ തുടങ്ങിയൊരു പ്രോഗ്രാമാണിത്. ഒരു സംവിധാനമൊക്കെ ആയിട്ട് ഒരു 2020 കൂടിയൊക്കെയാണ് ഒരു സിസ്റ്റമായിട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങി. അതായത് 12 വയസ്സിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ബാല്യകാലത്തിൽ തന്നെ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകി തുടങ്ങി അല്ലേ? തുടങ്ങി. അത് ആകസ്മികമായിട്ടങ്ങ് സംഭവിച്ചതായിരുന്നോ? എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉമ്മ ആദ്യം ഒഴുകി വന്ന് ഇങ്ങനെ തുടങ്ങി. വീട് എവിടെയാന്ന്? ഈ ഈരാറ്റുപേട്ടിൽ ഈലക്കയോ എന്ന് പറഞ്ഞ ആറിൻ്റെ തീരത്താണ് എൻ്റെ വീട്. അപ്പോൾ ആ ആറ്റിലൂടെ ഒരു ഉമ്മ ഇങ്ങനെ ഒഴുകി വന്നു. ഉമ്മാനെ ആദ്യം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി വന്നു പിടിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പിന്നെ എവിടെ അപകടം ഉണ്ടായി. ഈ ഒഴുകി വരുന്നത് എങ്ങനെയാണ് അറിഞ്ഞത്? അവിടെ ഞങ്ങളുടെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് വെളുപ്പിന് തന്നെ ഉരുളുപൊട്ടി വെള്ളം വരുമായിരുന്നു. അപ്പോൾ ഈ ഉമ്മയുടെ ബേസൻ ഈ ഉരുളുപൊട്ടി വെള്ളം കയറിക്കൊണ്ടിരുന്നപ്പോഴേ ബേസൻ ഇങ്ങനെ അടിച്ചടിച്ച് വെള്ളിൽ തൊണ്ടുപോയി വീടിന്റെ മുറ്റത്ത് വെച്ചിരുന്നായിരിക്കും. ആറ്റിൽ അലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അലക്കിക്കൊണ്ടിരുന്നപ്പം വെള്ളം വരുന്നതനുസരിച്ച് ബേസൻ പാറയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി മാറി. അത് പിടിക്കാൻ വേണ്ടി ഉമ്മ വലിയ വെള്ളത്തിലിറങ്ങിയപ്പോൾ ഉമ്മ ഒഴുകി അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇത് മുകളിൽ നിന്ന് ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുക. പക്ഷെ ഇവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു കരയിൽ നിന്ന് കാർക്കൊണ്ട് 1 കിലോമീറ്ററോളം താഴത്തോട്ട് വന്നു. ഉടനെ ഞാൻ ശബ്ദം കേട്ടു. ഈ ആറ്റിക്കൂടെ ഉമ്മാനല്ല കാണുന്നത്, ജനങ്ങൾ കാണുന്ന സൗണ്ടാണ് കേട്ടത്. എൻ്റെ ആറിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉമ്മ കറക്റ്റ് എടുത്തിപ്പോൾ ഉമ്മയുടെ അടുത്തോട്ട് ചാടി ഇറങ്ങി. ഉമ്മാനെ കറക്റ്റ് കയറി പിടിക്കാണ്ട് ഉമ്മ എന്നെ കയറി വട്ടം പിടിച്ചു. അന്ന് എനിക്ക് റെസ്ക്യൂവിൻ്റെ രീതികൾ എങ്ങനെ പിടിക്കേണ്ടതെന്ന് എനിക്ക് അറിയാമല്ല. വെള്ളത്തിലോട്ട് താന്ന് മുങ്ങി പോയപ്പം എൻ്റെ ജ്യേഷ്ഠനും കൂടെ ഓടി വന്ന് ഞങ്ങൾ രണ്ടിനെയും കൂടെ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ആദ്യത്തെ ഒരു രക്ഷപ്പെടുത്തൽ അല്ലേ? അന്ന് അത് വലിയൊരു വാർത്തയൊക്കെ ആയോ നാട്ടിൽ? അത് ഏഷ്യാനെറ്റ് കണ്ണാടി എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഒരു ഭയങ്കര വാർത്ത. ഞങ്ങളുടെ സ്കൂളിലൊക്കെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ അന്നത്തെ MLA അവരെല്ലാവരും എന്നെ ഭയങ്കര അനുമോദിക്കുകയും ഒത്തിരി അവാർഡുകളൊക്കെ തരുകയൊക്കെ ചെയ്തു. അതൊരു ആവേശമായി. ആ ഒരു ജനങ്ങൾ എല്ലാം ചേർത്ത് നിർത്തിയപ്പം വലിയൊരു ആവേശമായി. പിന്നെ അവിടെ നടക്കുന്ന എല്ലാ നീന്തലുകളിലും എല്ലാ ട്രെയിനിങ്ങുകളിലും പോയി പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ എവിടെ അപകടം നടന്നാലും എന്നെ അന്ന് ഫോണില്ല, അന്ന് പെട്ടെന്ന് വീട്ടിൽ വരുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ആയിരിക്കും അപകടം നടക്കാറുള്ളൂ. അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താറുണ്ട്. പക്ഷേ ഇത്തരം അപകടം നടക്കുന്നിടത്ത് നമ്മൾ ഓടി എത്തുമ്പോഴത്തേക്കും പലരും മരണത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഒരു കൂടി വന്നാലും 3 മിനിറ്റോ 4 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ എത്തുകയാണ് നമുക്ക് ജീവനോടൊക്കെ എടുക്കാൻ പറ്റുന്നത്. നമ്മൾ അറിഞ്ഞ ഉടനെ ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ വിളിക്കുന്നതിന് മുമ്പേ ഏറ്റവും കൂടുതൽ കോൾ പറയാറുള്ള എൻ്റെ ഫോണിലാണ്. ഞാനായിരിക്കും ചിലപ്പോൾ ഫയർഫോഴ്സുകാരെ വിളിച്ച് പറയുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫാമിലി ആയിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ സംഘടന പ്രവർത്തകർ വിളിച്ച് ഫയർഫോഴ്സിലും പോലീസിലും പറയത്തില്ല അപകടത്തിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചറിയിക്കാറാണ് ചെയ്യുക. ഈ രക്ഷപ്പെടുത്തി 57 പേരുടെ കാര്യം പറഞ്ഞു. എന്നാൽ മരണം സംഭവിച്ചു കഴിഞ്ഞ് ബോഡി റിക്കവർ ചെയ്ത സംഭവങ്ങൾ ധാരാളമില്ലേ? ഒത്തിരി 114ഓളം ഉണ്ട്. 114ഓളം വെള്ളത്തിൽ മുങ്ങിയെടുത്തിരിക്കുന്ന തന്നെ ഒരു 100ഓളം ഉണ്ട്. അല്ലാതെ തന്നെ ഈ പോലീസുകാർ വിളിച്ചിട്ട് 5-6 ദിവസമായി ചീഞ്ഞ് കിടക്കുന്നതും പിന്നെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതും പിന്നെ കാണാതെ പോയ ആൾക്കാരെ കണ്ടെത്തി വനത്തുകളിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന എല്ലാം കൂടെ കുട്ടിയാണ് 114എണ്ണം. ശരി. ഇത് എപ്പോഴാണ് ഇങ്ങനൊരു പ്രസ്ഥാനം തന്നെ ആരംഭിക്കണമെന്ന് തോന്നലുണ്ടായത്? അതായത് ഇങ്ങനെ ഒരു സംഘടന, അതായത് ഈ റെസ്ക്യൂ ആവശ്യമുള്ള എവിടെയും കേരളത്തിൽ ആളുകളുടെ നമ്മുടെ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു സംഘടന ഉണ്ടാവണമെന്ന് എപ്പോഴാണ് തീരുമാനിച്ചത്? ഒരു 2020 എപ്പോഴും വർക്ക് ഇങ്ങനെ ചെയ്യും. എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ അന്ന് TV-യിലും ചാനലിലൊക്കെ പിറ്റേ ദിവസം രാവിലെ എഴുതും. ഇപ്പം ഞങ്ങളെ എടുത്താൽ തന്നെയും പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ വരുന്നത് ആ മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സും നാട്ടുകാരുമാണെന്ന് മാത്രം ഇടും. ഞങ്ങളുടെ പേരൊന്നും വെക്കിയാൽ. പിന്നെ ഈരാറ്റോടക്കാർ വന്ന് എടുത്തിട്ട് പോയി അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ ഇത് സംവിധാനമായെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീം എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പേരിടണം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ടാണ് നന്മക്കൂട്ടം എന്ന് പറഞ്ഞ ആദ്യം ഒരു പേര് ഞങ്ങൾ കുറേ പ്രവർത്തകരെല്ലാം കൂടിയിട്ട് ഇട്ടത്. ഈ അപകടം സ്ഥലത്തോട്ടൊക്കെ ഞങ്ങൾ ട്യൂബും അന്ന് ഞാൻ കൊണ്ടായിരുന്ന വണ്ടിയുടെ ലോറിയുടെയും
കാറിന്റെ ഒക്കെ ട്യൂബാണ് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി. ആ ട്യൂബും കെട്ടിപ്പോവും. രാത്രിയിലൊക്കെ ഞങ്ങൾ ഓരോ പ്രോഗ്രാം എവിടെയെങ്കിലും അപകടത്തെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ കളിയാക്കും, നിങ്ങൾക്കത് വേറെ പണിയില്ല, ഇവിടെ ഫയർഫോഴ്സും പോലീസും ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഞങ്ങൾ പത്രത്തിനും വാർത്തയിലും നമ്മൾ ഇടിയല്ല. പിറ്റേന്ന് രാവിലെ പത്രത്തിൽ വരുന്നത് അതിൻ്റെ അടുത്തൊരു സംഭവം നടന്നു, അത് ഫയർഫോഴ്സുകാർ നാട്ടുകാരെടുത്തു. അപ്പോൾ നമ്മൾ അഡ്രസ്സ് പോലും ഇല്ല, ജനങ്ങൾ അറിയുന്നില്ല. സോഷ്യൽ മീഡിയയും ഇതുപോലെ ടീമുകൾ ഓരോ കാര്യങ്ങളൊക്കെ ചാനലുകാരൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ ആരാണെന്ന് ഇപ്പം വെളിലോകം അറിയാൻ തുടങ്ങിയത്. ഈ ശരിക്കും ആ ചോദ്യം തന്നെ ഞാനും ചോദിക്കുക, ഈ ഫയർഫോഴ്സും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മളെ ഇത്ര അകലേന്ന് പോലും വിളിക്കേണ്ടി വരുന്നത്? ജനങ്ങൾക്കൊരു ധൈര്യമാണ്. ഞങ്ങളെ വിളിച്ചാൽ ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ ഇവിടെ നിന്ന് കട്ടപ്പനയിൽ 2 ആൾക്കാർ വെള്ളത്തിൽ പോയി, മീൻ പിടിക്കാൻ പോയ തൊഴിലാളികൾ പോയി. ഞങ്ങളെ വിളിക്കുന്നത് കോട്ടയത്ത് കളക്ടർ എ ഡിയുമായിട്ടിരുന്ന ആള് ഇടുക്കി എ ഡിയുമായിട്ട് പോയി. അപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ അവിടെ 2 പേര് പോയിട്ടുണ്ട്, ഫയർഫോഴ്സുകാർ ഇന്നലെ തപ്പി കിട്ടിയില്ല. അതെവിടെയാ പോയത്? അത് എന്നാ ഇടുക്കി ഡാമിന്റെ മുകളിലിട്ട് മീൻ ഒരു വെള്ളക്കടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഉടനെ ഞങ്ങൾ ടീമിനെ വിളിച്ച് അവിടെ പോയ ഉടനെ ഫയർഫോഴ്സുകാർ മുഖത്ത് നോക്കി പറഞ്ഞ് ഇവർക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു കാരണവശാലും ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എ ഡിയും ഒച്ചയ്ക്ക് പറഞ്ഞു ഞാനാരും ഇവിടെ കൊണ്ടുവന്നേ, ഇവർക്ക് ധൈര്യമായിട്ട് ഇറക്കിക്കോ, എനിക്ക് കാരണം പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞത് 2 ബോഡി ഞങ്ങൾക്ക് കിട്ടി, മൃതദേഹങ്ങൾ 2 നമുക്ക് കിട്ടി. നമ്മൾ കൊണ്ടേ കൊടുക്കുകയും ചെയ്തു. അവിടെ അന്നത്തെ വില്ലേജ് ഓഫീസറൊക്കെ ഞങ്ങൾക്ക് വലിയ ആദരവൊക്കെ തന്നു നമ്മളവിടെ നിന്ന് വിട്ടെ. ഈ മുങ്ങിമരണം അല്ലാതെ വേറെ അപകടങ്ങളിൽ റെസ്ക്യൂ ചെയ്യാൻ പോയത് എവിടെയൊക്കെയാണ്? വാഗമണ്ണ് കൊക്കയിൽ രാത്രി ഒരു 8 മണി 9 മണിയോടുകൂടി എനിക്ക് ഈ പോത്തിൻ്റെ ആടിൻ്റെ ഒക്കെ കച്ചവടം ഉണ്ടായിരുന്നു. അത് മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് എവിടുന്ന് വരുമായിരുന്നു? ഞാൻ പുള്ളിക്കാലം നിന്നാണ് വന്നത്. ഒരു കാര്യ ടോപ്പ് കഴിഞ്ഞപ്പം ഒരു വാഹനം മറിഞ്ഞൊരു ഫീലിംഗ് പോലെ നമുക്ക് ശ്രദ്ധപ്പെട്ടു. നമ്മൾ ഡെയിലി അങ്ങോട്ടും അപ്പം താഴത്തോട്ട് നോക്കിയപ്പോൾ ഒരു ചേച്ചി ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട് ശാലം മുകളിലായിട്ട്. ചേട്ടനാണ് വണ്ടിക്കകത്ത്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ നിന്ന് മാടിൻ്റെ കയറിനെ അയച്ചിട്ടാണ് ഞാൻ താഴെ ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോയ ഉടനെ ഞാൻ താഴെ നിന്ന് പിള്ളേരെ വിളിച്ചു പറഞ്ഞു, ഒരാൾ മുകളിൽ നിന്നിട്ട് ഒരു വാഹന സൗകര്യം ഉണ്ടാക്കണം, നിങ്ങൾ മാടുമായിട്ട് പെട്ടെന്ന് നോക്കോളാൻ പറഞ്ഞു. പേട്ടെ പോയിട്ട് പിള്ളേർ വാഹനമായിട്ട് കയറുന്ന ടോർച്ചും വെട്ടമൊക്കെ ആയിട്ട് വന്ന് മുകളിലോട്ട് പുള്ളീനെ വലിച്ചു കയറ്റി. പുള്ളിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പം വേറെ മരണമൊന്നുമില്ല, കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. അങ്ങനെ എത്ര പേരുണ്ടായിരുന്നു? 3 പേരായിരുന്നു. ഒരു ഡോക്ടറായിരുന്നു പുള്ളി. ഈ ഇദ്ദേഹം അന്ന് ഈരാറ്റുപേട്ട വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങൾ പുള്ളിനെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ വഴിക്ക് പോയി. ഈ ഇദ്ദേഹം ഈരാറ്റുപേട്ട വന്ന് ഈ അഫ്സലാന പറഞ്ഞ് ഒത്തിരി പ്രാവശ്യം അന്വേഷിച്ച് എന്നെ അഷ്റഫൂട്ടി എന്ന് അറിയുള്ളൂ. പുള്ളി നമ്മുടെ എന്നെ ഒന്ന് കാണാനോ എന്നെ ഒന്ന് സംസാരിക്കാനോ എന്നെ രക്ഷപ്പെടുത്തിയവരാരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് പുള്ളി വന്നത്. അപ്പം അഷ്റഫൂട്ടി എന്ന് പുള്ളിക്ക് അറിയാമല്ല. അങ്ങനെ ഈയിടെ കുറെ മീഡിയയിലൊക്കെ കണ്ടപ്പോഴാണ് പുള്ളി എന്നെ വിളിച്ച അഷ്റഫൂട്ടി ഞാൻ നിന്റെ പേര് മാറിയിടാന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാനൊക്കെ. തിരുവനന്തപുരംകാരനായിരുന്നു. ഓ ശരി. ഈ അഷ്റഫ് കുട്ടി അഫ്സലായത് അല്ലെങ്കിൽ അഫ്സൽ അഷ്റഫ് കുട്ടി ആയത് എങ്ങനെയാ? കൊച്ചിലെ ഒരു 3-ാം ക്ലാസ്സിലൊക്കെ നിന്നപ്പോൾ കോഴിപ്പോൻ കണ്ണിൻ്റെ ഇവിടെ കുത്തിയായിരുന്നു. അങ്ങനെ അഷ്റഫ് കുട്ടി എന്നായിരുന്നു പേര്. അപ്പോൾ ടീച്ചർ സ്കൂളിൽ ഡിവിഷൻ മാറ്റിയിരുത്തിയിട്ട് അങ്ങനെ അഫ്സൽ എന്ന് പേരാക്കിയതാണ്. അല്ല ഈ കോഴി കൊത്തിയ എങ്ങനെ പേര് മാറുന്നത്? അല്ല, കോഴി കൊത്തിയിട്ട് ക്ലാസ്സിൽ പോകാതിരിക്കുമല്ലോ. അപ്പം ക്ലാസ് എല്ലാവരും ആബ്സെന്റ് ആയി കുറെ കാലം. വേറെ ഡിവിഷനായിട്ട് മാറ്റിയിരുത്താൻ വേണ്ടി ടീച്ചർ പേര് മാറ്റിയതാണ്. അപ്പോൾ ഒറിജിനൽ പേര് അഷ്റഫ് കുട്ടി എന്ന് തന്നെയാണ്. അഷ്റഫ് കുട്ടി എന്നാണ് വീട്ടിൽ നിന്ന് വിളിച്ചതും വിടാൻ ഉദ്ദേശിച്ചത് നാട്ടുകാരെല്ലാം വിളിക്കുന്ന അഷ്റഫ് കുട്ടി എന്ന്. ഈ മുങ്ങിപ്പോയ ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്തിയ കേസുകളൊക്കെ വേറെ ഏതാ ഉള്ളത്? രക്ഷപ്പെടുത്തിയത് എടുത്തുകൊണ്ട് പോകുമ്പം കയ്യിൽ നിന്ന് മരണപ്പെട്ട കേസിട്ടുണ്ട്. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചെരുപ്പെടുക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരൻ്റെ കൊച്ചാണ്. അത് വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ ഉച്ച കഴിഞ്ഞ് കിടക്കാറുണ്ട്. ആ കിടക്കാൻ വേണ്ടി കേട്ടിലേക്ക് കയറിയപ്പം വീട്ടിൽ നിന്നൊരു കോള്, നമ്മുടെ തറവാട്ട് എൻ്റെ വീട് ആറിൻ്റെ സൈഡിലെന്ന് പറഞ്ഞല്ലോ, ഇപ്പം മാറി താമസിക്കുക. ഉടനെ അവിടുത്തെ ഒരു കോള് വന്ന് ഒരു കൊച്ചു വെള്ളത്തിലോട്ട് പോയതേ ഉള്ളൂ, പെട്ടെന്ന് ഓടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ ഡ്രസ്സ് ഒന്നെങ്കിൽ ഒരു മുണ്ട് മാത്രം എടുത്ത് കൊടുത്തുകൊണ്ട് ഓടി ഞാൻ ആറ്റിലുണ്ട്. അപ്പം എനിക്ക് ശരീരം കൂടിയോണ്ട് കഥപ്പായി. വെള്ളത്തിൽ 2ാമത്തെ മുങ്ങച്ചയ്ക്ക് കൊച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അടിയിലോട്ട് പോയി എത്താൻ പറ്റത്തില്ല. നല്ല വെള്ളം നല്ല കണ്ണീര് പോലെ കിടക്കുക. അപ്പം എൻ്റെ വൈഫ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് മച്ചാൻ ഇതേപോലെ വെള്ളത്തിൽ മച്ചാനെന്നാണ് വിളിക്കുന്നത്. മച്ചാൻ വെള്ളത്തിലോട്ട് ഒരാൾ ഉച്ച എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഇലക്കത്തോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ 2ാമത്തെ പൊങ്ങിയപ്പോൾ നമ്മുടെ പ്രവർത്തകർ കരയെ വന്നു, എൻ്റെ സഹപ്രവർത്തകർ കരയെ വന്നു. ഞാൻ ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഇവിടെ കൊച്ചു കിടപ്പണം. അപ്പൊ ഇങ്ങനെ ആക്ഷൻ കാണിച്ചപ്പോഴേ അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെ കൊച്ചുണ്ടെന്ന്. അവര് പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോൾ ആ ഒഴുക്കിൽ അവരും കൂടെ താഴത്തോട്ട് എത്താൻ പറ്റാതെ ഒഴുകിപ്പോയി. ലാസ്റ്റ് ഞാൻ മോളിൽ വന്ന് ഒന്ന് റിലാക്സ് ആയി പെട്ടെന്ന് വന്ന് 2ാമത്തെ മുങ്ങിച്ച് കൊച്ചിനെ എടുത്ത് കൊച്ചു അടിക്കിടന്ന് പെടയ്ക്കുവോ, ഇങ്ങനെ കൈയും കാലിട്ട് പെടയ്ക്കുവോ കൊച്ചു. 3 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ കൊച്ചിനെ ഞാൻ പകുതിക്ക് എടുത്തിട്ട് മുകളിലോട്ട് എന്റെ ശ്വാസം തീർന്നു. ലാസ്റ്റ്
കൊച്ചിന് പകുതി കിട്ടുമ്പോൾ കൊച്ചിന് കൈ കാലിങ്ങനെ മുകളിലോട്ട് പൊങ്ങി വന്നു. ഉടനെ നമ്മുടെ പ്രവർത്തകർ ചാടിയെടുത്ത് അപ്പോൾ എന്നെ ഫയർഫോഴ്സുകാർ അവിടെ നിന്നവർ എന്നെ പൊക്കി എടുത്തിട്ട് ഫയർഫോഴ്സിന്റെ നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു. സാർ എനിക്ക് ഫസ്റ്റ് എയ്ഡ് തന്നു. എന്നെ ഒരു വാഹനത്തിലോട്ട് കയറ്റി, കൊച്ചിനെ വാഹനത്തിലോട്ട് കയറ്റി. കൊച്ചിനെ വാഹനത്തിലോട്ട് ഇപ്പം പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിൽ ബാബു സുഭാഷ് എന്ന് പറഞ്ഞ സാറാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ബൈക്കും കണ്ടില്ല, ഹാൻഡിൽ ലോക്ക് ചെയ്തിട്ട് പോയി. ഈ പോലീസ് വണ്ടി എടുത്തോണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റില്ല. 2 മിനിറ്റോളം വണ്ടി അവിടെ താമസിച്ചു പോയി. ഒരു കാരണവശാലും പോലീസ് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ഫയർഫോഴ്സിന്റെയും റെസ്ക്യൂ വണ്ടിയുടെയും പോലീസ് വണ്ടിയുടെയും ഫ്രണ്ട് ഈ കാഴ്ചക്കാരുണ്ട് വണ്ടി വെച്ചിട്ട് ഹാൻഡിൽ ലോക്ക് ചെയ്തിട്ട് പോകുന്നതുകൊണ്ടാണ് ആ കൊച്ചു മരണപ്പെടുന്നത്. അങ്ങനെ സങ്കടം 100%. നമ്മൾ ചങ്ക് തകർന്നു പോയില്ല. അപ്പൊ ഞാൻ അറിയുന്നില്ല, എന്റെ ശ്വാസം നിന്ന് എനിക്ക് പെട്ടെന്ന് CPR ഒക്കെ തന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ട് എനിക്ക് ഓക്സിജനൊക്കെ തന്നിട്ടാണ് അപ്പോഴേ ഞാൻ കൊച്ചു മരണപ്പെട്ട, ഞാൻ റിക്കവറായി വന്നപ്പോൾ കൊച്ചു മരണപ്പെട്ടെന്ന് അറിഞ്ഞ് ഇപ്പൊ ചങ്ക് തകർന്നു പോകും. ഈരാറ്റുപേട്ടയും പരിസര പ്രദേശങ്ങളിലൊക്കെയാണോ ആദ്യകാലത്തെ പ്രവർത്തന മേഖലയായിരുന്നത്? ആദ്യം ഈരാറ്റുപേട്ട ഭാഗത്താണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ ബോഡി കിട്ടാതെ വരുമ്പോൾ ഒരു ദിവസം ഫയർഫോഴ്സ് അറിഞ്ഞ ഉടനെ ഫയർഫോഴ്സ് അവിടെ തപ്പാൻ പോകും. അപ്പൊ ആദ്യം സ്കൂബ ഒന്നും അത്രയും സെറ്റല്ല. അപ്പൊ അവരുടെ ഏതെങ്കിലും ജില്ലാതലത്തിലുള്ള സ്കൂബ ട്രെയിനിങ്ങുകൾ അവിടെ വന്നിട്ടാണ് മുങ്ങുന്നത്. ഇപ്പം എല്ലാ യൂണിറ്റുകളിലും ഫയർഫോഴ്സിന്റെ സ്കൂബ സെറ്റപ്പ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നാൻ കഴിഞ്ഞത്. പക്ഷെ എന്നാലും നിങ്ങളെ വിളിക്കാറുണ്ടല്ലോ? തീർച്ചയായിട്ടും. അവിടെ വിളിച്ച ഒരു ദിവസം കിട്ടിയില്ല തന്നെ ജനങ്ങൾക്ക് ഞങ്ങളുടെ ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങൾ പോയ ഉടനെ ഞങ്ങളുടെ ടീമിൽ ഒരു 20 പേര് ഇറങ്ങും. ആദ്യത്തെ ഒരു നേരെ തന്നെ തപ്പി വരുന്നൊരു മെത്തേഡാണ് ഞങ്ങൾ. 20 പേരും ആറ്റിലോട്ട് നേരെ ഇറങ്ങി. എന്നിട്ട് അവിടെ മുതൽ ഇങ്ങനെ തപ്പി ഇങ്ങോട്ട് വരും. അരിച്ച് തപ്പാന്ന് പറയും. ഒരാളെ വെള്ളത്തിനടി കമ്മേശി ഒരു ചെറിയ പൊട്ട് വളർന്നപ്പോൾ ഞങ്ങൾ അതിനകത്ത് കണ്ടുപിടിക്കും. ആ തപ്പി ഇങ്ങനെ വരും. രണ്ടാമത്തെ ഒരു ടീം ഇറങ്ങി ചുഴി അങ്ങനെ ചെറിയ ഉള്ള സ്ഥലത്ത് ഫ്ലവർ എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ തപ്പും. അപ്പോൾ ഒരാളെ വെള്ളത്തിനടി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, എന്തുണ്ടെങ്കിലും അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അരിച്ച് തപ്പി കൊണ്ടുവരും. അപ്പം നമുക്ക് ആ ബോഡി മൃതദേഹം പോയി കഴിഞ്ഞാൽ ഉടനെ 1 മണിക്കൂർ നമുക്ക് റിസൾട്ട് തന്നെ കിട്ടും. ഇതിങ്ങനെ ഒരു ടെക്നിക്കൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ഇതെല്ലാം തന്ത്രപൂർവ്വം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി ഓരോ കാര്യങ്ങൾ പഠിച്ച് ജോലി ചെയ്ത് ശീലിച്ച് പഠിച്ചതാണ്. അല്ലാതെ വെള്ളത്തിലെ ടെക്നിക്കെല്ലാം ഞാൻ തന്നെയായിട്ട് പഠിച്ചെടുത്താണ്. പിന്നെ ജനങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും കാര്യങ്ങൾക്കെല്ലാം വന്നത് ഈ ഞങ്ങളുടെ നാട്ടിൽ പൗസ്യ എന്ന് പറഞ്ഞൊരു നാട്ടിൽ മദ്രസയുണ്ട്. അവിടുത്തെ വെള്ളമില്ല വന്നപ്പോൾ ഒരു ദിവസം കുട്ടികൾ കുളിക്കാൻ വേണ്ടി ആറ്റിലോട്ട് വിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു കൊച്ചിങ്ങനെ വെള്ളത്തിൽ പോയി. ആ കൊച്ചു വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ തൊട്ടിപ്പുറത്തിൽ വീടിന് ഓട് മാറിയിട്ട് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിന് അവിടെ നിന്നൊരു കോള് വന്ന് പെട്ടെന്ന് ഒന്ന് വളരെ കൊച്ചു വെള്ളത്തിൽ പോട്ടെന്ന് പറഞ്ഞു. എൻ്റെ വാപ്പായും സഹോദരന്മാരെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുക. ഉടനെ ഞാൻ ഓടിപ്പോയപ്പം എൻ്റെ ഷെഡിൽ ചെറിയൊരു തുളയുണ്ടായിരുന്നു. അപ്പം ഞാൻ മടിച്ചു നിന്ന് വെള്ളത്തിൽ ഇറങ്ങായിരിക്കും. ഉടനെ അവിടെ താത്തോടെ നിന്നെ കാണാൻ വേണ്ടി വിളിച്ചല്ലെന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളമില്ല. ഒറ്റ ചവിട്ട് വെട്ടി ഇറങ്ങലാന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ മുങ്ങുച്ചിക്ക് വെള്ളത്തിനടി പോയപ്പോഴേ ഈ കൊച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ കൊച്ചിനെ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. എന്റെ വാപ്പ മോളിൽ കയറാൻ പറഞ്ഞ് അവച്ച് കൊച്ചു കിടപ്പുണ്ട് എടുക്കാൻ പറ്റും എറാന്നും പറഞ്ഞുകൊണ്ട് വാപ്പ ഷൗട്ട് ചെയ്ത് എനിക്ക് അടിക്കാൻ വന്നു വെള്ളത്തിൽ വെച്ച്. അങ്ങനെ ഒന്നും കൂടെ മുങ്ങി കൊച്ചിനെ എടുത്ത് കരയെ കയറ്റിയപ്പോഴേ കൊച്ചിന് ജീവൻ ഉള്ള പോലെ എനിക്ക് തോന്നി. ഉടനെ ഞാൻ എന്ത് ചെയ്ത് മുട്ടയിലോട്ട് കൊച്ചിന്റെ വയറിനെ എടുത്ത് വെച്ച്. അപ്പൊ ഞാൻ അന്നത്തെ രീതി ആൾക്കാർ പറയും വയറ് വെള്ളം ഇങ്ങനെ കമത്തി വെച്ചെങ്കിൽ കൊച്ചിനെ രക്ഷപ്പെടും. അത് പൊട്ടബുദ്ധിയാ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും വലിയ കൊച്ചിനെ കൊല്ലുന്ന പരിപാടിയാണ്. അപ്പൊ ഞാൻ നമ്മൾ മുട്ടലോട്ട് കൊച്ചിനെ അപ്പൊ കൊച്ചിന്റെ പെട്ടെന്ന് കൊച്ചിനെ കയ്യിൽ താങ്ങി എടുത്തിട്ട് വെള്ളം ഇങ്ങനെ കുറച്ച് ഛർദി പോലെ വരുമല്ലോ. ഞാൻ കൊച്ചിനെ എടുത്ത് ഒരു താത്ത ഓടി വന്ന് എനിക്ക് മുണ്ട് പോലെ ഷാൾ എടുത്തു തന്നു. അതും എടുത്തോണ്ട് ബൈക്കിൽ കയറി പോയി ബൈക്കിൽ കാറെ പിടിച്ച്. അപ്പം അവിടെ നിന്ന് ആൾക്കാർ വെള്ളത്തിൽ പോന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ട് വരുക, നമ്മള് കൊച്ചിനെ അങ്ങോട്ട് പോവുക. അപ്പൊ ബൈക്കിൽ പോയി കൊച്ചിനെ അടിച്ചു. ഈ കൊച്ചിനെ അങ്ങോട്ട് പിന്നെ ഓട്ടോറിക്ഷ കയറി, ഓട്ടോറിക്ഷയെ ബസ്സേ പിടിച്ച് പിന്നെ ഒരു വണ്ടിയെ പോയി കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ കൊച്ചിനെ കട്ടിലേക്ക് കിടത്തി. ജീവനുണ്ടോന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. MS എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ മാത്യു ഡോക്ടറാണ് ഉണ്ട്. ഡോക്ടറെ കഥയപ്പോൾ ഞാൻ കൊട്ടുക. സാറെ ഇറങ്ങി കൊച്ചെണ്ണം വന്നു പെട്ടെന്ന് വന്നു. സാറ് ഇറങ്ങി വരുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് സാറ് ഇറങ്ങി ഓടി വന്ന് കൊച്ച് പൾസ് ഇങ്ങനെ നോക്കി എല്ലാം നോക്കി ഞാൻ കുറേ ഒച്ച മരണപ്പെട്ടുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര കെറുവായി പോയി. ഞാൻ ഈ ഡോക്ടറെ അടിയെ കൊടുത്തു. അടി കൊടുത്തു. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ കൊച്ചിനെ പോലെ എനിക്കൊന്നും കൊച്ചില്ലാത്ത സമയം. എന്നാലും എൻ്റെ സഹോദരന്മാരെ പോലത്തെ ഒരു സ്പിരിറ്റല്ലേ നമുക്ക് വരുന്നത്. നമ്മൾ അത്രയും ബുദ്ധിമുട്ടെടുത്ത് ഓടിയല്ലേ. അന്ന് അടി കൊടുത്തപ്പോൾ ആ ഡോക്ടർ അവിടെ നിന്ന് നാട്ടുകാർ അന്നും രണ്ടായി. കാസർഗോഡ് ഇത്രയും വലിയ പുള്ളിയൊന്നും ആകണ്ട, നീ ആരെ അടി കൊടുക്കാനൊക്കെ. ഈരാറ്റുപേട്ട MS ഹോസ്പിറ്റലിൽ വെച്ചു. അപ്പം നാട്ടുകാരൻ നീ ആരാളാന്നുള്ള SI വിളിച്ച് പറഞ്ഞ് SI പോലീസ് ഡോക്ടറോടൊന്ന് ചോദിച്ചു കേസ് എടുക്കണോ സാറേ എന്ന് ചോദിച്ചു. എനിക്ക് അർഹതപ്പെട്ട കിട്ടിയത് എന്ന് പറഞ്ഞ് ആ ഡോക്ടറാണ് എന്നെ ആദ്യം ചെന്നൈയിൽ കൊണ്ടുപോയി 40,000 രൂപ അന്നത്തെ കാലത്ത് 40,000 രൂപ കൊടുത്ത് എനിക്ക് ട്രെയിനിങ് തന്ന്. ഒരു ഡോക്ടർമാർ ചെയ്യുന്ന എല്ലാ ഫസ്റ്റ് എയ്ഡും ഞാൻ ചെയ്യും. ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടിയിട്ട് തിരിച്ചു കയറി വന്ന അഷ്റഫ് കുട്ടിയോട് ഇറങ്ങടാ എന്ന് പറഞ്ഞ വാപ്പയുടെ കഥ മുമ്പേ പറഞ്ഞു. വാപ്പ ആണോ ശരിക്കും ഈ നീന്തലൊക്കെ പരിശീലിച്ചത്? വാപ്പച്ചയും
കണ്ടത്തിൽ അംസ എന്ന് പറഞ്ഞ വാപ്പച്ചിയുടെ ഗ്യാങ് ഉണ്ട്. അവർ ആറ്റിൽ വെള്ളപ്പൊക്കം വരുമ്പം എടുത്തിയാട്ടവും തേങ്ങാപിടുത്തവും കാര്യങ്ങളും ആറ്റിൽ തന്നെയായിരുന്നു, മീൻപിടുത്തവും ഒക്കെ ആയിട്ട് വാപ്പച്ചിയുടെ ഒക്കെ ജീവിതം അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കണ്ടത്തിൽ അംസ എന്ന് പറഞ്ഞ ആളെ എന്നെ തൊട്ട് തന്നു. അപ്പം പുള്ളിയാണെങ്കിലും എന്നെ ആറ്റി കൊണ്ടുപോയിട്ട് അല്ല വാപ്പച്ചാണെങ്കിലും വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് 1 രൂപ 2 രൂപയുടെ നാണയം വെള്ളത്തിലെടുത്തിടും. ഇതെടുത്താ നീ എടുത്തോളാൻ പറയും. അങ്ങനെ ഞാൻ പായലിന്റെ അടിയിൽ പോയി തപ്പി ഇതെടുക്കും. ഭയങ്കര അന്ന് 1 രൂപ ഭയങ്കര ഇതല്ലേ വെള്ളത്തിന്റെ അടിയിൽ പോയി തപ്പും. അതിൽ തോട്ട ഇടാൻ ആൾക്കാർ ആറ്റി വരും. അപ്പൊ അവരാരും വെള്ളത്തിൽ മുങ്ങിപ്പോയി മീൻ പറക്കിയല്ല. ഞാൻ വെള്ളത്തിൽ വീണെടുത്ത് വലിയ മീനൊക്കെ എടുത്ത് പായലിന്റെ ഇടയിൽ ഒളിച്ചു നോക്കും. എന്നിട്ട് ഇവര് പോയി കഴിയുമ്പോൾ ഞാൻ എടുത്തോണ്ട് വരും. അങ്ങനെയൊക്കെ വെള്ളത്തിന്റെ പരിപാടി ആദ്യം ഞാൻ മുങ്ങൽ പഠിച്ചു. ഇതൊക്കെ ഏത് പ്രായത്തിലായിരിക്കും? ഇല്ല, കൊച്ചില് തന്നെ, ഈ നിക്കർ പോലും ഇടാത്ത സമയം. കൊച്ചില് 2 വയസ്സ് 3 വയസ്സിലൊക്കെ വെള്ളത്തിന്റെ ആളാ. ഈ കിണറ്റിൽ പോയ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും കിണറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ VM സിറ എന്ന് പറഞ്ഞ സിറായിൻ്റെ വാർഡിലാണ്. ഫസ്റ്റ് ഒരു കൊച്ചു രാത്രി 8 മണിക്ക് പറ്റോ കോഴി കൂട്ടി കയറാൻ വേണ്ടി തപ്പി കിടന്നിട്ട് കൊച്ചിനെ കണ്ടില്ല. കോഴീനെ കാണാത്തോണ്ട് തപ്പി കിടന്നു. അപ്പൊ കൊച്ചാണോ കൊച്ചു തപ്പി കിടന്നു. ആ കൊച്ച് കാല് വഴുതി കിണറ്റിലേക്ക് പോയെന്ന അത് കഴിഞ്ഞ് അറിഞ്ഞു. അപ്പോൾ കൊല്ലാണ്ട് തപ്പി അതിലൊക്കൊന്നും കൊച്ചില്ല. ലാസ്റ്റ് കൊച്ചിന് ചെരുപ്പ് ഒരു വലയിട്ട് ഉടക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ പോലീസും ഫയർഫോഴ്സ് ഒക്കെ സ്പോട്ടിലൂടെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ എറണാകുളം യാത്ര കഴിഞ്ഞ് പെട്ടെന്ന് വരും. അപ്പൊ ഒരു കൊച്ചു പോട്ടുണ്ടാൻ പറഞ്ഞ് പെട്ടെന്ന് വന്നു. അപ്പൊ ഞാൻ ഇട്ട ഡ്രസ്സേൽ പെട്ടെന്ന്, അന്നൊന്നും എനിക്ക് ഈ രീതി അറിയാൻ പാടില്ല, ഫസ്റ്റ് എയ്ഡിന്റെ രീതി പെട്ടെന്ന് അത്രയും താഴെപ്പം ഈ കൊച്ചിനെ വെള്ളത്തിൽ മുങ്ങി ലത്തീവ് എന്ന് പറഞ്ഞ ഒരാൾ ഞാനും കൂടെ ഇറങ്ങി കൊച്ചിനെ വെള്ളത്തിൽ മുങ്ങി പൊക്കിയെടുത്ത് കരയെ കയറി എന്റെ ബോധം പോയി. ലാസ്റ്റ് അവിടെ നിന്ന് ആൾക്കാർ എനിക്ക് കിണറ്റിൽ വെള്ളം കരയിൽ നിന്ന് പെട്ടെന്ന് വെള്ളം എടുത്ത് എന്റെ തലയെ ഒഴിച്ച് അപ്പൊ എനിക്ക് ബോധം വന്ന് അങ്ങനെയാണ് ആ കൊച്ചിനെ എടുത്ത്. കൊച്ചന്നേരത്തേക്കും പോയിരുന്നു കൊച്ചു മരിച്ചു. പിന്നെ ഒത്തിരി കുളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കുളത്തിൽ നിന്ന് കായലിൽ നിന്ന്. അതേപോലെ അതൊക്കെ ഒരു ദിവസം കിട്ടാത്തവൻ പിറ്റേ ദിവസം അവിടുത്തെ നാട്ടുകാരും പോലീസുകാരൊക്കെ നമ്മൾ ഒത്തിരി പേര് വിളിക്കാറുണ്ട്, SI ആരൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആന്റോണിന് MP, എന്നാ MLA, അതുപോലെ MLA തലത്തിലും പാർട്ടി തലത്തിലൊക്കെ ഓരോരുത്തർ വിളിച്ച് നമ്മളെ സെറ്റ് ചെയ്യും. അങ്ങനെ തന്നെ രാത്രി ഒരു 3 മണിയോടുകൂടി ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ പ്രവർത്തകരെല്ലാവരും വരും. നിങ്ങളുടെ ഓഫീസ് ഇരാറ്റുപേട്ടയുണ്ട്? ഇരാറ്റുപേട്ടയിലുണ്ട്, മണിമലയിലുണ്ട്, കാസർഗോഡുണ്ട്, അതേപോലെ തന്നെ വാഗോണിലുണ്ട്. തൊടുപുഴ ഒരെണ്ണം തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നു. എപ്പോഴും നമ്മുടെ പ്രവർത്തകർ ഇവിടുത്തെ അത്ര സ്ട്രോങ് അത്ര ഇല്ല, എന്നാലും മണിമലയും കാസർഗോഡും പക്കായി. ഇടയ്ക്ക് ഒരു കൊച്ചും അമ്മയും കൂടെ കാസർഗോഡ് വെള്ളത്തിൽ പോയത് നമ്മുടെ അവിടുത്തെ സൗരവ് എന്ന് പറഞ്ഞ പ്രവർത്തകനാണ് ആ കൊച്ചിനെയൊക്കെ എടുത്ത്. ജീവനുണ്ടായിരുന്നോ? ജീവനില്ല, 2 ദിവസം കഴിഞ്ഞാൽ കിട്ടിയത്. ഒരു അപകടം ഉണ്ടായാൽ ജീവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എടുക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ ആളുകൾ ട്രെയിൻഡാണ് അല്ലേ? 100%. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഞങ്ങളുടെ ഒരു പിന്നെ പെരുന്തനരുവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ അവിടെ ഒരു പട്ടാളക്കാരൻ്റെ കൊച്ച് അവർ ആങ്ങളെയും പെങ്ങളെയും കൂടെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പം അവിടെ നിന്നപ്പോൾ കറക്റ്റ് കാല് വഴുതി തൊള്ളയിലോട്ട് താഴത്തോട്ട് പോയി. ഭയങ്കര ഒഴുക്കും അതിഭീകരമായ വെള്ളമാണ് അവിടെ ഉള്ളത്. ഭയങ്കര ആറാണത്. അപ്പൊ ഈ ആറ് കണ്ട വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പേ പൊങ്ങി പോകുന്നതാണ് എല്ലാവരുടെയും മാനസികമായിട്ടുള്ള രീതികളും കാര്യങ്ങളും. പക്ഷെ അവിടെ ഒരു കുഴിയുണ്ട്, പാറയുടെ കുഴിയാണ്. പാറയുടെ വലിയ കുഴിയാ. കുഴിയുടെ താഴത്തോട്ട് തല ആദ്യം പോയി അങ്ങനെ ഇരുന്നു. അപ്പൊ ഞങ്ങള് 3-4 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മളൊട്ട് ആൾക്കാരുടെ ഇറക്കവും ഇല്ല. അപ്പൊ നമ്മൾ പാതാളക്കരണ്ടിയൊക്കെ ഇട്ട് അവിടെ ഇറങ്ങും. പിന്നെ സാഹസികമായിട്ട് തന്നെ കയറൊക്കെ കെട്ടി ഞങ്ങളുടെ 10-20 പ്രവർത്തകനെ മതിൽ ഭയങ്കര എന്നെ പോലെ തന്നെ വരും. ഭയങ്കര ട്രെയിനിങ് പഠിച്ചവന്മാരാണ്. അതിന്റെ കൂടത്തിൽ നിൽക്കും. എനിക്ക് അപകടം വന്നാൽ അവർ തൊട്ടുപുറ ഇറങ്ങും. അതിന്റെ അപകടം വന്നാൽ തൊട്ടുപുറ 10 പേരോളം ലൈനായിട്ട് തന്നെ നിൽക്കുക. അന്ന് ഒരു ദിവസം കിട്ടിയില്ല. കരയിൽ കയറി ഞങ്ങൾ പോറപ്പോൾ ഞങ്ങൾ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ്, പൊന്നു മോനെ നിങ്ങൾ പോരുത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിലൊരു അമ്മയുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും മരിച്ചതിൻ്റെ. അപ്പോൾ അന്ന് ഞങ്ങളുടെ വിട്ടില്ല. അന്ന് സാർ പുള്ളി ഞങ്ങളുടെ റൂം എടുത്ത് അവിടെ കിടത്തി. പിറ്റേന്ന് രാവിലെ 4 മണിയായപ്പോൾ ഞാൻ വല കെട്ടും. ഈ എവിടെ പോയാലും നാട്ടിലെ വലയൊക്കെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് പൊങ്ങി വന്നാൽ കിട്ടണമെന്ന് ഓർത്തുകൊണ്ട് വല കെട്ടും. ഒരു 4 മണിയായപ്പം ഒരു ഒറ്റ പൊട്ടിത്തെറിച്ചൊരു പൊങ്ങിച്ചായിരുന്നു. ഈ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് ചീ പിടി തുടങ്ങുമ്പോൾ ഓടി പൊങ്ങും. 4 മണിയായപ്പോൾ ഒരൊറ്റ പൊങ്ങിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ആ ബോഡി ഒഴുകി പോവും. കിട്ടും 2-3 ദിവസം എല്ലാം കഴിയുമ്പോൾ കിട്ടും. പക്ഷെ മൃതദേഹം കിട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്കൊരു നമുക്ക് കാണാൻ പറ്റും. 2-3 ദിവസമായി കഴിഞ്ഞാൽ പെട്ടിയുടെ മുകളിൽ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ട് അതേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല പെട്ടെന്ന് തന്നെ ജനങ്ങളോർക്ക് എന്തിനാ ഏതായാലും പൊങ്ങി വരും, എന്തിനാ എടുക്കുന്നത് എന്നൊക്കെ ഓർക്കും. നമ്മുടെ സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ കൂടെ പുറപ്പോ ഒരു നോക്കെങ്കിലും നേരിട്ടൊരു ഉമ്മയെങ്കിലും കൊടുത്തിട്ട് പോകാന്നൊരു സ്പിരിറ്റ് നമ്മുടെ മനസ്സിലുണ്ടായിട്ടാ നമ്മൾ അത്രയും ഇതോടുകൂടി നമ്മൾ ചെയ്യുന്നത്. ഈ ആദ്യകാലത്ത് ഇങ്ങനെ ആളുകൾ വിളിക്കും, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ പോകുമ്പോഴൊക്കെ വിളിക്കും. പിന്നീട് ഇതിങ്ങനെ കുറച്ച് ആളുകളെ ചേർത്ത് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംരംഭമാക്കി മാറ്റണമെന്ന് തോന്നിയത് എപ്പോഴാണ്? എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ വന്നു. ജനങ്ങൾ വെളിയിൽ നിന്നൊക്കെ വിളിച്ചിങ്ങനെ ചോദിക്കാൻ, നിങ്ങൾ പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. ഒത്തിരി അച്ഛന്മാർ ജനറൽ പ്രതീക്ഷ കൊണ്ട് പിള്ളേരെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് വേടാൻ്റെ കൊച്ചിനെ നീന്തൽ പഠിപ്പിക്കണമെന്ന് പറയും. അങ്ങനെ എനിക്ക് ഒരു 562ഓളം പേരെ പറ്റുമോ ഞാൻ നീന്തൽ പഠിപ്പിച്ചു കഴിഞ്ഞ്.
എല്ലാ ഞായറാഴ്ചയും നമുക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും എല്ലാ ഞായറാഴ്ചയും ഓരോ ഹോസ്റ്റലുകളിൽ നിന്നും ഓരോ സ്ഥാപനത്തുകളിൽ നിന്നൊക്കെ അവരുടെ വാഹനത്തിൽ അവർ വന്ന് പഠിച്ചിട്ട് പോകാറുണ്ട്. ശരി. ഇത് എത്ര സമയം വേണം കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ നീന്തൽ? തികച്ചും 1 മണിക്കൂർ നല്ല രീതിയിൽ നമുക്ക് പിള്ളേരെ നമുക്ക് വഴങ്ങിത്തരും. പിള്ളേരുടെ പേടി മനസ്സിലുണ്ടെങ്കിൽ പിള്ളേർ പെട്ടെന്ന് 2-3 ദിവസം കഴിഞ്ഞ് പഠിക്കുകയുള്ളൂ. പക്ഷേ വെള്ളത്തിൽ നമുക്കൊന്ന് വീട്ടിലൊക്കെ ആണെങ്കിൽ പേടിയൊക്കെ പോയി വരുവാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് വെള്ളമായിട്ട് 1 മണിക്കൂർ കൊണ്ട് പിള്ളേർ പഠിപ്പിക്കാൻ പറ്റും. മുതിർന്ന ആളുകളാണെങ്കിലോ? സ്പിരിറ്റ് എല്ലാവർക്കും പേടി മനസ്സിലുണ്ടെങ്കിൽ താമസം വരുമെന്നേ ഉള്ളൂ. ഈ അടുത്ത് കോട്ടയം മീനിടം നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പുള്ളിയുടെ ആ സ്ഥലത്ത് ആൾ വെള്ളത്തിൽ പോയി. ഒരു 5-6 ഏക്കർ സ്ഥലമുള്ള ഒരാളാണ്. പുള്ളിയുടെ കൂടത്തെ ഒരു വലിയ സുഖമില്ലാത്ത ഒരാളാണ് പുള്ളിയുടെ കൂടത്തുണ്ടായിരുന്നത്. അപ്പം 5 എത്ര ഉണ്ടായിരുന്ന ആൾ തേങ്ങ ഒരെണ്ണം വെള്ളത്തിൽ പോയി. അത് എടുക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയെന്ന് പുള്ളി 1 മണിക്കൂർ കഴിഞ്ഞാണ് തേങ്ങ പിടിച്ച ഒരാൾ പൈസ മേടിക്കാൻ പോയപ്പോൾ പറഞ്ഞ് അച്ഛൻ തേങ്ങ മേടിക്കാൻ വേണ്ടി തേങ്ങയുടെ പുറകെ ചാടിയത് ഞങ്ങൾ കണ്ടില്ല, എൻ്റെ പൈസ ആരാന്ന് ചോദിച്ചിട്ട് വീട്ടിൽ പറഞ്ഞപ്പോഴാണ് ഈ ഇത്രയും അപകടമുള്ള ഒരു വീട്ടുകാരറിയുന്നത്. ഉടനെ അന്ന് തന്നെ ഞങ്ങളെ വിളിച്ചു. അന്ന് നേരം പോയാണ്, ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയി. പിറ്റേന്ന് രാവിലെ പോയിട്ട് ഒരു 5-6 കിലോമീറ്റർ ഞങ്ങൾ താഴത്തോട്ട് തപ്പി. ഞാൻ 100% പറഞ്ഞു ഈ വെള്ളത്തിലാണെങ്കിലും കരക്കെങ്കിലും കയറി കാണാം. ഫയർഫോഴ്സും ഉണ്ടായിരുന്നു. ഫയർഫോഴ്സായിട്ട് താഴെ ബോട്ടയിൽ നിന്ന് വന്ന് ഞങ്ങൾ ബോട്ടയിൽ താഴെ തപ്പി. പക്ഷേ ഞങ്ങൾ വെള്ളത്തിൽ കൂടെ തന്നെ ഞങ്ങളുടെ തപ്പിൽ 100% വെള്ളത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങളുടെ അത് കൂട്ട് തപ്പാ അരിച്ച് തപ്പും. ഒരു കുപ്പിച്ചൽ അവിടെ ഉണ്ട്, ഞങ്ങൾ എടുത്ത് കൈ കൊടുക്കും. അതുകൂടി രീതിയിലാണ് ഞങ്ങളുടെ തപ്പിച്ചത്. ഞങ്ങളുടെ പ്രവർത്തകർ അത്ര സ്ട്രോങ്ങാണ്. അങ്ങനെ തപ്പി പോയപ്പോൾ ഞങ്ങൾ 100% ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ ഒരു 6-7 ദിവസം ഞങ്ങളിങ്ങനെ തപ്പി. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാളായിട്ട് 2 ദിവസം ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. വെള്ളത്തിലില്ല. അവരുടെ രാവിലത്തെ വിളി കേൾക്കുമ്പോൾ ഞങ്ങൾ പോകും, ഒന്ന് വരാൻ പോകാൻ സഹായിക്കുക. ലാസ്റ്റ് ഞങ്ങൾ എറണാകുളത്ത് ബോട്ട് നന്നാക്കാൻ വേണ്ടി പോയി. അവിടെ പോയി ബോട്ട് ഞങ്ങൾ പറഞ്ഞു പോയിരുന്നു. ബോട്ട് നന്നാക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്നപ്പോൾ അവരുടെ മക്കൾ ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. നിങ്ങളാണ് വെള്ളത്തിൽ കൂടെ തപ്പിക്കൊണ്ടിരുന്നത്, ഞങ്ങൾക്ക് തപ്പാൻ ഇനി ആരുമില്ല. ഒന്നിലെ കരയിലുണ്ടെങ്കിൽ കരയിലൊന്നും തപ്പാനെ കാണുന്നില്ല, ഞങ്ങൾ തന്നെ തപ്പാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ ഞമ്മക്കൊരു ഇതായി. എന്നാൽ ഞാൻ ഇന്ന് വരുവാന്നും പറഞ്ഞിട്ട് എറണാകുളത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ അവിടെ പോയി. അപ്പോൾ ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞായിരുന്നു. ഒരു മരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പന വെള്ളത്തിൽ നിന്ന് കൂടിയിട്ട് മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഈ ആറ്റി ബോഡി ഇല്ല, ഇനി ഉണ്ടെങ്കിൽ ഈ കുഴിക്കകത്തുണ്ടെങ്കിലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹള്ളാത് എൻ്റെ പുറകിൽ കയറ് കെട്ടിയിട്ട് എൻ്റെ പ്രവർത്തകർ പുറകോട്ട് കൊടുക്കുക. ഞാൻ ഹള്ളിൻ്റെ അകത്തോട്ട് ഞാൻ പോയി ഇറങ്ങിയപ്പോൾ ഒരു കൈ എൻ്റെ മുഖത്തൊന്ന് അടിച്ച് ഒരു ഏകദേശം ഒരു 20 അടി താഴ്ചയിലുണ്ട്. ആ ഗുഹയ്ക്കകത്തോട്ട് ഞാൻ കയറി. ലാസ്റ്റ് മോളി എന്ന് പറഞ്ഞ് ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഉടനെ കയറ് കെട്ടി, കറക്റ്റ് ബോഡി കയറ് കെട്ടി പയ്യെ വലിച്ച്, എനിക്കറിയാം ഇത്രയും ദിവസം താമസം ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും അപകടം വരുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പയ്യെ കൊണ്ട് കെട്ടിയിട്ട് പയ്യെ വലിച്ച് മോളി കൊണ്ടു വന്നു. കഴിഞ്ഞപ്പോൾ അച്ഛനാ കിടന്ന പോലെ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ കിടന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോഡിയുടെ ഷേപ്പ് മൊത്തം മാറിപ്പോയി. വായുവായിട്ട് കോൺടാക്ട് വന്നപ്പോൾ വായുവായിട്ട് മുകളിലോട്ട് വന്നപ്പോൾ പെട്ടെന്ന് പൊട്ടി കാണാൻ മേലാത്ത രീതിയിലേക്കുള്ള ഭീകരാന്തരീക്ഷത്തിലേക്കായി പോയി. ഭരണങ്ങാനത്തിന് കൊച്ച് ഇതേപോലെ സ്കൂള് വിട്ട് വെള്ളം ഇല്ലാത്ത സ്ഥലമാണ്. ആ സമയത്ത് പെട്ടെന്നൊരു വെള്ളം വന്ന് ആ വീട്ടുകാരുടെ പ്രതീക്ഷ ഇവിടെ വെള്ളം കയറിയാലെന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. പക്ഷെ ഒരു ഓട പോലും നല്ലപോലെ ഇല്ലാത്ത സ്ഥലത്തിൻ്റെ കൊച്ചു ഒഴുകിപ്പോയി. ആ കൊച്ചിനുണ്ട് കോട്ടയത്ത് നിന്ന് കിട്ടിയത്. കാരണം സ്കൂൾ ബാഗ് പൊങ്ങിക്കിടന്ന് ആ കൊച്ച് വെള്ളത്തിൽ പോലും ഒരിടത്തും തങ്ങാൻ നിന്നില്ല. ആ സ്പീഡിൽ തന്നെ 10-25 കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ ബാഗ് മുകളിലുള്ളതുകൊണ്ട് ആ പൊങ്ങിക്കിടന്ന കൊച്ചു പോയി. അതൊക്കെ നമ്മളെ കളക്ടറേറ്റ് മീറ്റിംഗിലായിരുന്നു. അവിടുന്ന് പോലീസ് വണ്ടിയിലാണ് എന്നെ കൊണ്ടുവന്നത് തപ്പാൻ വേണ്ടി. ആ കുട്ടിയെ കോട്ടയത്ത് പോയി എടുത്തത് നമ്മൾ ടീമാണ് എടുത്തത്. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ടീച്ചർ അലമനാർ സ്കൂളിലോട്ട് പഠിക്കാൻ പോകുമ്പോൾ ടീച്ചർ ഇതേപോലെ 6 കുറേ കടന്നു പോവാണ്. അപ്പം അവിടെ പാറയുണ്ട്, പാറ തെന്നിയിട്ട് ടീച്ചർ വലിയ വെള്ളത്തിലേക്ക്. നമ്മുടെ നാട്ടിലെ ടീച്ചറാണ്? നമ്മുടെ നാട്ടിലെ തന്നെ അലമനാർ സ്കൂളിലെ ടീച്ചറാണ്. ഇങ്ങനെ പോയപ്പോൾ ടീച്ചർ ഇതേപോലെ തന്നെ പോയി. ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്ത് 2 പിള്ളേർ. പാലമല്ല, അന്ന് ചെക്ക് ഡാം കെട്ടിയിട്ടില്ല. ചെക്ക് ഡാം ഇപ്പോൾ ഉണ്ട്, അന്ന് ചെക്ക് ഡാം ഇല്ല. 6ന്റെ കുറുകയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു ചപ്പാത്ത് പോലെ ഉണ്ട്. അപ്പോൾ അത് കണക്ഷനായിട്ട് ഇങ്ങനെ പോകുന്നത് ഒരു കല്ലേ കയറി ടീച്ചർ തെന്നിപ്പോയതാ. നേരെ ടീച്ചർ താഴത്തോട്ട് ഒഴുകിപ്പോയി. അതിന് ടീച്ചറിനെ അപ്പോൾ ജീവനാണ് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റി. പിന്നെ സ്കൂൾ കുട്ടികളെ ഒത്തിരി പേര് എടുത്തിട്ടുണ്ട്. സ്കൂൾ കുട്ടികളെ നമ്മളെ വീട്ടിലിങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് 4 മണി സമയത്ത് സ്കൂൾ വിട്ട് പിള്ളേർ പോയ സമയത്ത് ബാഗും ആയിട്ട് പിള്ളേർ ഓടെ കൂടെ പോയിട്ടുണ്ട്. പിള്ളേർ പോയെന്ന് അറിയുമ്പോഴേ പോയ സ്ഥലത്തോട്ടല്ല ഞാൻ പോകുന്നത്. ഏറ്റവും താഴെ പോയിട്ട് ഓടിപ്പോൾ ഒരു അശ മുറിക്കും. അശ മുറിച്ചിട്ട് തോടിന്റെ വട്ടം കെട്ടും. എന്നിട്ട് അവിടെ നിൽക്കുന്ന ജനങ്ങളെ കൂട്ടി ചേർത്ത് നിർത്തും. ഇതേപോലെ ഇങ്ങനെ ഒരു 10-20 പേരെ തോട്ടി ഇങ്ങനെ നിർത്തും. അപ്പൊ അവരുടെ വെള്ളം മോളിൽ കയറുന്നിടം വരെ നിന്നോളാം ഞാൻ പറയാം. ട്യൂബ് അവരുടെ കൈ കൊടുക്കും. അപ്പൊ ഞാനില്ലെങ്കിലും എന്റെ പ്രവർത്തകർ എത്തിയില്ലെങ്കിലും ഞാൻ പെട്ടെന്നൊരു മതിലവിടെ കിട്ടും. ആളുകൾ കടന്നു പോകില്ല. അപ്പോഴേ ഒരു കാരണം വെച്ചാൽ അവിടെ നിന്ന് ആൾക്കാർ പോകുമ്പോൾ വെള്ളം മാത്രം താഴത്തോട്ട് പോകും. അപ്പം വായു വന്നിവിടെ മുട്ടിയ ഒരാളുടെ അപ്പം കൊച്ചു വരുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാനും എന്റെ സഹപ്രവർത്തകരും കൂടെ കൊച്ചു പോയടം മുതൽ മോളിൽ ഇങ്ങനെ വരും. അങ്ങനെ 1-2 പേരെ കിട്ടിയിട്ടുണ്ട്. അപകടത്തിൽ ഒരു കിണറ്റിൽ പോവുകയോ കുളത്തിൽ വീഴുകയോ ചെയ്യുന്ന പോലെ അല്ലാതെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ രക്ഷപ്പെടുത്തിയ സംഭവങ്ങൾ വേറെ ഏതാ ഉള്ളത്?
6 സൈഡിലൊക്കെ ഏതൊക്കെ വീട്ടിലാണ് വെള്ളം കയറുന്നതും ബുദ്ധിമുട്ടുള്ള പെട്ടെന്ന് വെള്ളം കിട്ടുന്ന പറഞ്ഞ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെ ഉരുളുപൊട്ടിന്ന് അറിയുമ്പോഴേ ഒന്നിന് രാത്രിയിലാണ് ഇവരുടെ കഥകെ പോയി മുട്ടിയിട്ട് നമ്മൾ പറയും പെട്ടെന്ന് മാറിക്കോ. സാധനങ്ങൾ ആദ്യം നമ്മൾ പറയുന്നത് നിങ്ങളുടെ ആഭരണങ്ങളും പൈസയും സ്വർണവും നിങ്ങൾ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റി വെച്ചോണം. കാരണം പ്രവർത്തകർ പലവരും വരും, എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പ്രവർത്തകരെ പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് ആദ്യം മാറ്റണമെന്ന് നമ്മൾ ആദ്യം എല്ലാ വീട്ടിലും അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്യൂബ് സാധനങ്ങളെല്ലാം നമ്മൾ അവരുടെ തിണ്ണെ വെച്ചിട്ട് വരും. പെട്ടെന്ന് നമ്മൾ വരുന്നതിന് മുമ്പ് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടുപോകും എടുത്തോണ്ട്. അങ്ങനെ പോകുമ്പോൾ ഇപ്പം ഇതൊക്കെ അപകടം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ലോട്ടറി കച്ചവടക്കാരനാണ്. പുള്ളി കെട്ടുകളെ കാണാതെ അരിയുടെ അടി കൊണ്ട് പൈസ ഒളിപ്പിച്ച് വെച്ച്. അപ്പൊ വെള്ളം കയറിക്കൊണ്ടിരുന്നപ്പം കെട്ടുകളെ കൊണ്ട് മോള് ഞാൻ ഇപ്പൊ ഇറങ്ങി വരാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഉരുള് പൊട്ടി വെള്ളം വന്ന് കയറി. അപ്പൊ ഡോറ് തന്നെ അടഞ്ഞു. കാരണം 6ന്റെയും ഈ റൂമിന്റെ ഒരേപോലെ 6 തീർത്ത് തന്നെയാണ് 6നോട് വെച്ചിട്ടാണ്. അപ്പം വെള്ളം കയറി വന്നപ്പോൾ പുള്ളി ഡോർ അടഞ്ഞു പോയി. പുള്ളിക്ക് ഇറങ്ങാൻ മേല. കാരണം ഈ പെണ്ണ് ഇന്ത് ആൾക്കാരല്ലേ? അല്ലെ, ഇത് എവിടുത്തുകാരായത്? ഇത് വെളിയിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാ. നോർത്ത് ഇന്ത്യ ബായിന്ന് ലോട്ടറിക്ക് വെക്കുന്ന ഒരാളാ. ഉടനെ പുള്ളി അവിടുന്ന് നാട്ടുകാരുടെ അവരുടെ വൈഫ് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് വരുന്നില്ല, വെള്ളം കൂടിപ്പോയി അറിയുന്നില്ല. ഉടനെ നമ്മുടെ സംഘടനയിലേക്ക് കോള് വന്നു. അവിടുന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഡോറകത്താകത്ത. അപ്പം മുകളിലോട്ട് വെള്ളം പൊങ്ങി അകത്ത്. അപ്പോൾ അടഞ്ഞു പോയി. ഉടനെ ഞാൻ സാഹസികമായിട്ട് തന്നെ കയറി മോളിൽ പോയിട്ട് എൻ്റെ പ്രവർത്തകരെ മോളിൽ നിർത്തി. എന്നിട്ട് 2 കൂടെ പോയിട്ട് ഈ ഡോറിനെ ശരീരമുള്ളതുകൊണ്ട് ഷൂ ഒക്കെ ഇട്ടാ പോകുന്നത് നമ്മൾ റെസ്ക്യൂവിന്റെ സമയത്ത് ചവിട്ടി തുറന്ന് അതിന്റെ ട്യൂബിനെ കയറ്റി വാതിലിൻ്റെ വെച്ചിട്ട് ഞാൻ വെള്ളത്തിന്റെ അകത്തിട്ട് പറയാം. പുള്ളി എലീനെ പോലെ തന്നെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ശ്വസിച്ചോണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. കാരണം മുകളിൽ വെള്ളം പൊങ്ങി ഒരു ശകലം ദൈവത്തിന്റെ നിൽക്കുക. മൊത്തം വെള്ളത്തിലാ പുള്ളി. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. കാരണം ഞാനും കൂടെ മരണപ്പെടേണ്ടതാണ്. ഞാൻ റെസ്ക്യൂവിന്റെ ട്യൂബിനെ എടുത്ത് വാതിലെ വെച്ചിട്ട് അകത്തിട്ട് കയറി പുള്ളിനെ വലിച്ചെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടുവന്നതേ ഞങ്ങളുടെ ആംബുലൻസ് കർണാടക ആംബുലൻസ് ഉണ്ടായിരുന്നു. കാരണം അജ്മൽ എന്ന് പറഞ്ഞ ആളൊക്കെ ഞങ്ങൾ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഉടനെ കരലോട്ട് കൊണ്ടുവന്നേ പുള്ളി തളർന്നുപോയി. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ട് പുള്ളി ഫസ്റ്റ് എടുത്ത് രക്ഷപ്പെടുത്തി. ഇന്നും പുള്ളി എപ്പോഴും കണ്ടാലും രാവിലെ സല്യൂട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഉമ്മയൊക്കെ തരാറുണ്ട്. കേട്ട വെച്ച് കാണാറുണ്ടോ? വലിയൊരു അവാർഡ്. കോവിഡ് കാലത്ത് കുറെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നല്ലോ. വീട്ടുകാർക്ക് പേടി കാണാൻ പറയാൻ എന്നാൽ സമ്മതിക്കല്ല കാണിക്കാൻ. നമ്മൾ തന്നെ ഹിന്ദുക്കളിലാണ്, മുസ്ലിങ്ങളിലാണ്, ക്രിസ്ത്യാനികളിലാണേലും മൃതദേഹം നമ്മളവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ തന്നെ കൊണ്ടുവന്ന് അടക്കുന്ന ചരിത്രങ്ങളുണ്ടായിരുന്നു. ഈ കോവിഡിൽ മരിച്ചുപോയി എത്ര പേരെ കൊണ്ടുപോയി സംസ്കരിച്ചിട്ടുണ്ടാവും? എണ്ണമില്ല. ഗൂഗിൾ മാപ്പ് നോക്കി വന്നാ പുള്ളി വെള്ളത്തിലേക്ക് 4 മണിക്കാറ്റി വെച്ച് പോയി. കോട്ടയത്ത് അത് നമ്മളെ പോയെടുത്ത്. അന്ന് വണ്ടി ഇടിച്ച് പൊട്ടിച്ചൊരു സംഭവമാണിത്. ഇടിച്ച് പൊട്ടിച്ച വെള്ളത്തിനടിയിൽ മുങ്ങി ഒരു 20 അടി 25 അടി ഉള്ളൂ. അത്രയും താഴെ ഈ കാർ മുങ്ങിക്കിടക്കുമായിരുന്നു. അതിന്റെ അടുത്ത ആളും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലും പ്രളയവും ദുരന്തവും എല്ലാം കൂടി ഉണ്ടാകുന്നത്. ഇപ്പോഴും കിട്ടാത്ത മനുഷ്യരുണ്ട്. 100% കിട്ടാണ്. ഞങ്ങളവിടെ പോകുമ്പോഴേ ഈ ചെളിക്കകത്ത് പുരണ്ട മൃതദേഹങ്ങളാണ് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടിരിക്കും. എല്ലാവരും ആരാ ഏതാണെന്ന് അറിയാൻ മേല. അവിടെയുള്ള ജനങ്ങളെ കൂടെ കൂട്ടി നമ്മൾ കുളിപ്പിച്ചിട്ട് പെണ്ണും ആണിനെയും മാറ്റി 6 മൃതദേഹം എടുക്കാൻ മേലാത്തുണ്ടായിരുന്നു. അത് പോലീസ് പട്ടാളക്കാരുടെ കൂടെ തന്നെ നമ്മൾ പോയി ആ ബോഡി എല്ലാം കരക്കെത്തി. കയ്യും കാലും വിരളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു 10-25 കിലോമീറ്റർ താഴെ വനത്തിൽ വന്നിട്ട് അവിടെ നിന്ന് തപ്പി. അവിടുത്തെ നിയമകാരർ പറഞ്ഞ് എത്ര ദൂരം കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പീസൊക്കെ അവിടെ എടുത്തിട്ട് കൂടിനകത്തിട്ട് കൊണ്ടുവന്നാൽ മതി, എന്നിട്ട് നിങ്ങൾ തന്നെ അവിടെ അടക്കിയിട്ട് വന്നേക്കാൻ പറയും. ക്യാമ്പിൽ നിന്ന് വരാൻ നേരമായപ്പം ഒരു കൊച്ചു ഓടി വന്നിട്ട് പപ്പ എന്ന് പറയും വിളിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ. അപ്പം ആ കൊച്ചിന് പപ്പ മരിച്ചയാളാണ്. അപ്പം ഈ കൊച്ചിങ്ങനെ പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര പാടായിപ്പോയി പപ്പ എന്ന് വിളിച്ചപ്പോൾ. പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം ഞങ്ങളങ്ങനെ നിന്ന് ഗ്യാസ് ഊറ്റി കച്ചവടമുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ഓട്ടോറിക്ഷയ്ക്കെല്ലാം നിറച്ചു കൊടുക്കുന്നവരും ഗ്യാസ് ഊറ്റി നിറച്ചുകൊണ്ടിരുന്ന പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി. അങ്ങനെ വീടിന്റെ പുറകിൽ മൊത്തം വീട്ടിലേക്ക് തീ പിടിച്ച് വീട്ടുകാരെല്ലാം വെളിയിറങ്ങി നിൽക്കുക. കാറോ വലിയ കൊച്ചകത്തുണ്ടെന്ന് പറഞ്ഞു. കൊച്ചിനെ തൊട്ടിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അവസരമല്ല. തൊട്ടിക്കകത്ത് കടത്തിയിരിക്കുകയാണ് കൊച്ചിനെ. തൊട്ടിയുടെ മോള് മുറിച്ചിട്ട് തോളിലിട്ട് കൊച്ചിനെ വെച്ച് പെട്ടെന്ന് വെളിയിറങ്ങും. ഗ്യാസ് ഊറ്റി ഒറ്റ പൊട്ടിത്തെറിയായിരുന്നു വീടിന്റെ മുകളിലോട്ട്. വീട്ടിൽ പോയി കിടക്കുമ്പം ഒരാളെ രക്ഷപ്പെടുത്തിയിട്ട് കിടക്കുന്ന ഒരു ഫീലിങ്ങിൽ ആ ഒരു സന്തോഷം വേറെയാണ്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മുടെ കട്ടിലേ പോയി കയറി കിടക്കുമ്പം ആ ഒരു ദൈവത്തിനോട് തുല്യം നമ്മൾ ചെയ്ത ഫീലിംഗ് വരുമ്പോൾ നമുക്കൊരു വലിയൊരു അനുഭൂതിയാണ്.